തൃശൂർ മണ്ണുത്തിയിൽ പോലീസിനെ ഗുണ്ടകൾ ആക്രമിച്ചു. കൊലപാതക കേസ് പ്രതി ഉൾപ്പെടെ 6 പേർ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. സംഭവത്തിൽ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ പ്രദേശത്ത് നേരിട്ടെത്തി പരിശോധന നടത്തി. സംഭവ സ്ഥലത്ത് നിന്ന് സൂരജ് സജി ഇപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. സൂരജ്, ഇന്ന് പുലർച്ചെയുണ്ടായ സംഭവമാണല്ലോ, എങ്ങനെയാണ് ഈ പോലീസിനെ ആക്രമിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്? സൂരജ്. ഉന്മേഷ്, ഇന്നലെ രാത്രിയാണ് ഈ വയലോപ്പള്ളി നഗറിൽ ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്നത്. ഈ 20 വയസ്സുള്ള അൽത്താഫ്, അതോടൊപ്പം തന്നെ അനുജൻ അഹദും അതോടൊപ്പം തന്നെ മാതാവും അവിടുത്തെ ഒരു വാടക വീട്ടിൽ താമസിച്ചു വരികയായിരുന്നു. ഇതിൽ അഹദിന്റെ പിറന്നാളായിരുന്നു ഇന്ന് പുലർച്ചെ. അങ്ങനെ ഈ പിറന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ കൊലപാതക കേസിലെ പ്രതി അടക്കമുള്ളവർ ഇവിടെ സംഘടിക്കുന്നത്. അങ്ങനെ അവർ ഒരു ലഹരി പാർട്ടി സംഘടിപ്പിക്കുന്നു. ഈ ലഹരി പാർട്ടിക്കിടയിൽ ഇവർ ചേരി തിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു. വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനുശേഷം ഈ അൽത്താഫും അതോടൊപ്പം തന്നെ സഹോദരനും വീടിന്റെ വാതിൽ മുട്ടി അമ്മയോട് വലിയ രീതിയിൽ കയർക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. അത് ഈ ലഹരിയിലാണ് ഇത് ചെയ്തതെന്നുള്ളതാണ് പറയുന്നത്. ഭയപ്പെട്ടു പോയ അമ്മ പോലീസിന്റെ സഹായം തേടി. പുറത്ത് വലിയ സംഘർഷം നടക്കുന്നു. ഇതിനിടയിലാണ് മക്കൾ തന്നെ എത്തി അമ്മയെ കൊലപ്പെടുത്തും എന്ന തരത്തിലൊക്കെ വലിയ ഭീഷണി മുടക്കുന്നു. ഇതോടുകൂടി ഭയപ്പെട്ടു പോയ മാതാവ് പോലീസിന്റെ സഹായം തേടി. പോലീസ് എത്തിയ സമയത്ത് ബാക്കി ഉണ്ടായിരുന്നവർ എല്ലാവരും അവിടെ നിന്ന് മാറി. ഈ 2 സഹോദരങ്ങൾ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരെ പോലീസ് കൈവിലം കണിയിച്ച് ഈ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടയിൽ വടിവാളായി എത്തി കൊലപാതക കേസ് പ്രതിയുടെ നേതൃത്വത്തിൽ പോലീസിനെ ആക്രമിക്കുകയായിരുന്നു. വലിയ രീതിയിലുള്ള സംഘർഷം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. 6 പോലീസുകാർ മാത്രമാണ് ഈ സമയം അവിടെ ഉണ്ടായിരുന്നത്. 15ഓളം ഗുണ്ടകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ 6 പോലീസുകാർ ഏറെ നേരം ഇവരുമായി ചെറുത്തു നിന്നു എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് വലിയ സംഘം പോലീസ് മേഖലയിൽ എത്തിയാണ് ഇവരെ പിടികൂടുന്നത്. ആ സമയത്തേക്ക് പകുതിയോളം ആളുകൾ അവിടെ നിന്ന് ഓടിയിരുന്നു. ബ്രഹ്മദിത്ത് അടക്കം ഈ പറഞ്ഞ 6 പേരെ മാത്രമാണ് പോലീസിന് കസ്റ്റഡി എടുക്കാനായത്. എന്തായാലും ഈ പരിക്കേറ്റ പോലീസുകാരിൽ 4 പേർ ഇപ്പോൾ ചികിത്സയിലാണ്. പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. രക്ഷപ്പെട്ട ആളുകളെ കണ്ടെത്താനുള്ള ശ്രമം കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോയുടെ നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ഉന്മേഷ്, സൂരജ്, ഇനി എത്ര പേർ പിടിയിലാകാനുണ്ട്? സൂരജ്. ഉന്മേഷ്, 15ഓളം പേര് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. കാരണം ഇന്നലെ ഈ പോലീസ് സംഘത്തെ ആക്രമിക്കുന്ന സമയത്ത് ഇത്രയും വലിയൊരു സംഘമായിരുന്നു ഈ 6 പോലീസുകാരെ ആക്രമിച്ചത്. അതിൽ ഒരു പോലീസുകാരന്റെ ഈ പല്ലടക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ ഒരു എസ് ഐയെ തറയിലിട്ട് ഏറെ നേരം ഇവർ മർദ്ദിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷം അഴിച്ചുവിട്ടു. പക്ഷെ 6 പോലീസുകാരായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ മാതാവിന്റെ ജീവൻ നിലനിർത്തുക, അതോടൊപ്പം തന്നെ ഇവരുടെ സ്വയം ജീവൻ കൂടി രക്ഷിക്കുക എന്നുള്ള ഒരു ദൗത്യം ഉണ്ടായിരുന്നു. അവർ ഏകദേശം അടുത്ത് കൂടുതൽ ഫോഴ്സ് എത്തുന്നതുവരെ ഇവർ ഈ പറഞ്ഞ 15 അംഗ ഗുണ്ടാ സംഘത്തോട് ഏറ്റുമുട്ടി ചെറുത്തു നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഈ കൂടുതൽ പോലീസുകാർ ഈ മേഖലയിലേക്ക് എത്തിയതോടുകൂടിയാണ് ഈ പ്രതികൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നത്. 3 പോലീസ് വാഹനങ്ങളാണ് ഇവർ അടിച്ചു തകർത്തത്. കൂടുതൽ പോലീസ് എത്തിയ സമയത്ത് ഈ 6 പേരെ മാത്രമാണ് കസ്റ്റഡിയിലെടുക്കാനായത്. ബാക്കിയുള്ളവർ അതിനോടകം തന്നെ ചിന്നിച്ചിതറി ഓടി മാറുകയും ചെയ്തു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ലഹരി പാർട്ടി അവിടെ നടന്നു എന്നുള്ളതാണ്. ഈ ലഹരി പാർട്ടിക്ക് തൊട്ടു പിന്നാലെ ഇതിൽ പങ്കെടുത്ത 15ഓളം പേർ പരസ്പരം തമ്മിലടിക്കുകയും അതിനുശേഷമാണ് ഈ 2 സഹോദരങ്ങൾ വീട്ടിലേക്ക് എത്തി മാതാവിനെ കൊലപ്പെടുത്തുമെന്ന തരത്തിലൊക്കെ ഭീഷണി മുഴക്കിയത്. ഇതോടുകൂടിയാണ് ഇവർ പോലീസിന്റെ സഹായം തേടിയത്. അങ്ങനെ എത്തിയ പോലീസ് സംഘത്തിന് നേരെയാണ് ഈ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണം ഉണ്ടായത്. ഇതിൽ വിഷ്ണുജിത്ത് എന്ന് പറയുന്ന ആളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നേരത്തെയും ബ്രഹ്മജിത്ത് എന്ന് പറയുന്ന പ്രതിയെ സംബന്ധിച്ച് 3 കൊലപാതക കേസുകളിൽ പ്രതിയാണ്. അതിൽ ഒരെണ്ണം ഇരട്ട കൊലപാതകമാണ്, മറ്റൊന്ന് ഒരാളെ കുത്തിവീഴ്ത്തിയ കേസാണ്. അങ്ങനെ ഏറ്റവും ഞൊടിയിടയിൽ ഈ ആളുകളെ കൊലപ്പെടുത്തുന്നതിൽ വളരെയധികം വൈദഗ്ധ്യമുള്ള ആളാണ് ഈ ബ്രഹ്മജിത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാപ്പ ചുമത്തുന്ന അടക്കമുള്ള നടപടികൾ ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷമാണ് ഇപ്പോൾ ഈ പോലീസിനെ തന്നെ ഈ ബ്രഹ്മജിത്ത് ആക്രമിച്ചിരിക്കുന്നത്. ഉന്മേഷ്. ശരി, സൂരജ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.